നമസ്കാരം. നമുക്കെല്ലാവർക്കും സുപരിചിതയാണ് തൃഷ കൃഷ്ണൻ എന്ന നടി. തെന്നിന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും തിരക്കേറിയ നായികമാരിൽ ഒരാളാണ് തൃഷ കൃഷ്ണൻ. ഇപ്പോൾ തൃശയുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായക റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. നടി സിനിമാ ജീവിതം ഉപേക്ഷിക്കുന്നതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അഭിനയം പൂർണ്ണമായും അവസാനിപ്പിക്കുന്ന താരം രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്നുവെന്ന തരത്തിലാണ് പ്രചാരണം നടക്കുന്നത്. പ്രമുഖ തമിഴ് സിനിമാ നിരീക്ഷകൻ ആനന്ദന്റെ ചില വാക്കുകളുടെ ചുവട് പിടിച്ചാണ് ഇത്തരമൊരു പ്രചരണം ശക്തമായി കൊണ്ടിരിക്കുന്നത്. സിനിമാ രംഗം വിടുന്ന കാര്യം തൃഷ അമ്മയുമായി സംസാരിച്ചുവെന്ന് വരെ തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സിനിമാ ജീവിതം ഉപേക്ഷിക്കുന്നുവെന്ന കാര്യം പറഞ്ഞതിന് പിന്നാലെ തൃഷയും അമ്മയും തമ്മിൽ വാഗ്വാദം ഉണ്ടായതായും ആനന്ദൻ അവകാശപ്പെടുന്നുണ്ട്. സിനിമയിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള താരത്തിന്റെ തീരുമാനത്തെ അമ്മ ശക്തമായി എതിർക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. അഭിനയിച്ച് ബോറടിച്ചു പോയതും മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നതിനാലുമാണ് സിനിമ വിടുന്നതെന്നും അദ്ദേഹം പറയുകയാണ്. ആനന്ദന്റെ വാക്കുകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് സിനിമ വിട്ട് രാഷ്ട്രീയത്തിലേക്ക് പോകാനാണ് താരം ഒരുങ്ങുന്നുവെന്ന വലിയ ചർച്ചകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അടുത്ത സുഹൃത്തായ വിജയ് രൂപീകരിച്ച തമിഴക വെട്രിക്കഴകം എന്ന പാർട്ടിയുടെ ഭാഗമായിട്ടാകും രാഷ്ട്രീയ പ്രവേശനം എന്ന വിലയിരുത്തലുകൾ സാമൂഹിക മാധ്യമങ്ങളിലും തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. നേരത്തെ വളർത്തുനായ മരിച്ചതിനെ തുടർന്ന് ബ്രേക്ക് എടുക്കുകയാണെന്ന് തൃഷ പ്രഖ്യാപിച്ചിരുന്നു. അത് അടുത്തിടെ അഭിനയിച്ച മലയാള സിനിമയായ ഐഡന്റിറ്റിയുടെ പ്രൊമോഷൻ പരിപാടികൾക്ക് പങ്കെടുക്കാത്തതും വലിയ ചർച്ചയായിരുന്നു. ഇതിന് പിന്നാലെയായിരുന്നു ഈ ഒരു വിശദീകരണവുമായി തൃഷ രംഗത്ത് വന്നത്. ഇപ്പോൾ തീർക്കുന്ന പ്രോജക്റ്റുകൾക്ക് അപ്പുറം തൃഷ പുതിയ കഥകൾ കേൾക്കുന്നില്ല എന്നും റിപ്പോർട്ടുകളുണ്ട്. എന്തായാലും കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് താരം കടന്നു പോകുന്നത് എന്നാണ് ഈ രംഗത്തെ നിരീക്ഷകർ പറയുന്നത്. അതേസമയം തൃഷയുടേതായ ഒട്ടനവധി ചിത്രങ്ങളാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. ടൊവിനോ തോമസിനൊപ്പം അഭിനയിച്ച മലയാള സിനിമ ഐഡന്റിറ്റി ആയിരുന്നു തൃഷയുടേതായി ഈ വർഷം ആദ്യമായി പുറത്തിറങ്ങിയ ചിത്രം. ഫെബ്രുവരി 6-ന് അജിത് നായകനായി എത്തുന്ന വിടാമുയർച്ചി തിയേറ്ററുകളിലെത്തും. അജിത്തിനൊപ്പം പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച മറ്റൊരു ചിത്രമായ ഗുഡ് ബാഡ് അഗ്ലിയുടെ റിലീസ് ഏപ്രിൽ 10-നാണ് നടക്കുന്നത്. ഈ ചിത്രങ്ങൾക്ക് പുറമെ വർഷങ്ങൾക്ക് ശേഷം കമൽഹാസനും മണിരത്നവും ഒന്നിക്കുന്ന തഗ് ലൈഫ് എന്ന ചിത്രത്തിലും തൃഷ പ്രധാനപ്പെട്ട ഒരു വേഷം കൈകാര്യം ചെയ്യുന്നുണ്ട്. ഈ സിനിമയുടെ റിലീസ് ജൂണിലാണ് തീരുമാനിച്ചിരിക്കുന്നത്. നിലവിൽ നടി തൃഷ അഭിനയിച്ച് വരുന്നത് സൂര്യയുടെ 45ാമത് ചിത്രത്തിലാണ്. RJ ബാലാജി സംവിധാനം ചെയ്യുന്ന ഈ ചിത്രത്തിന് പിന്നാലെ ഇതേ സംവിധായകന്റെ മാസാണി അമൻ എന്ന ചിത്രത്തിലും തൃഷ നായികയെ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. തെലുങ്കിൽ ചിരഞ്ജീവിക്കൊപ്പം അഭിനയിച്ച വിശ്വംഭര എന്ന ചിത്രവും തൃഷയുടേതായി ഉടൻ പുറത്തു വരാൻ ഉണ്ട്. സിനിമാഭിനയത്തിൽ ഇത്രയും സജീവമായി തുടരുന്നതിന് ഇടയിലാണ് താരം എല്ലാം ഉപേക്ഷിച്ച രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നുവെന്ന റിപ്പോർട്ടുകൾ ശക്തമായി വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇക്കാര്യങ്ങളോട് നടിയുടെ യാതൊരു വിധത്തിലുള്ള പ്രതികരണവും ഉണ്ടായിട്ടില്ല. പൊതുവെ ഇത്തരം വിവാദങ്ങളോട് പ്രതികരിക്കാത്ത വ്യക്തി കൂടിയാണ് തൃഷ. അതേസമയം സിനിമകളിൽ നിരവധി തവണ പ്രണയ ജോഡികളായിട്ടുള്ള വിജയും തൃഷയും യഥാർത്ഥ ജീവിതത്തിലും പ്രണയത്തിലാണെന്ന പ്രചാരണവും ഇടയ്ക്ക് ശക്തമായിരുന്നു. വിജയുടെ പിറന്നാളിന് തൃഷ പങ്കുവച്ച ആശംസാ പോസ്റ്റ് വൈറലായതോടെ തൃഷ വിജയ് ബന്ധം ആരാധകർക്കിടയിൽ ചർച്ചയാവുകയായിരുന്നു. ഇരുവരും ഔട്ടിങ്ങിന് പോകാൻ തയ്യാറായി ലിഫ്റ്റിൽ കയറി നിൽക്കുമ്പോൾ എടുത്ത ചിത്രത്തോടൊപ്പമായിരുന്നു തൃഷയുടെ കുറിപ്പ്. കഴിഞ്ഞ മാസം ഗോവയിൽ നടന്ന കീർത്തി സുരേഷിന്റെ വിവാഹ ചടങ്ങിലും തൃഷയും വിജയും ഒരുമിച്ചെത്തിയതും പ്രണയ ഗോസിപ്പിന് ശക്തി പകരുകയായിരുന്നു. വിജയുടെ മാനേജറായ ജഗദീഷിനൊപ്പം വിജയും തൃഷയും ഒരുമിച്ച് യാത്ര ചെയ്യുന്നതായി വ്യക്തമാക്കുന്ന ഫ്ലൈറ്റ് ടിക്കറ്റ് ഓൺലൈൻ പ്രചരിച്ചതും വലിയ വൈറലായിരുന്നു. എയർപോർട്ടിലെ സെക്യൂരിറ്റി ചെക്ക് പോയിന്റിലൂടെ ഇരുവരും മുന്നോട്ട് പോകുന്നതിന്റെ ഫോട്ടോകളും അന്ന് പ്രചരിച്ചിരുന്നു.